തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് കാണാതായ സ്വർണം തിരികെ കിട്ടി. പോലീസ് നടത്തിയ പരിശോധനയിലാണ് ക്ഷേത്രത്തിനുള്ളിലെ മണൽപ്പരപ്പിൽ സ്വർണം കണ്ടെത്തിയത്. ബോംബ് സ്ക്വാഡും പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് സ്വർണം കണ്ടെത്തിയത്. സ്ട്രോങ് റൂമിലെ സ്വർണം നിലത്ത് വന്നത് എങ്ങനെയെന്ന കാര്യത്തിൽ ദുരൂഹത തുടരുകയാണ്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്ട്രോങ് റൂമിലെ ലോക്കറിൽ സൂക്ഷിച്ച 13.5 പവൻ തൂക്കം വരുന്ന സ്വർണ്ണദണ്ഡാണ് അതീവ സുരക്ഷയ്ക്കിടയിലും കാണാതായത്. ശ്രീകോവിലിന്റെ താഴികക്കുടത്തിന് സ്വർണം പൂശുന്ന പണി നടക്കുന്നതിനാലാണ് ലോക്കറിൽ സ്വർണം സൂക്ഷിച്ചിരുന്നത്. ഓരോ ദിവസവും നിർമ്മാണത്തിന് ആവശ്യമായ സ്വർണം തൂക്കി നൽകിയ ശേഷം ബാക്കി തിരികെ വയ്ക്കുകയാണ് ചെയ്തിരുന്നത്. ഇതിനിടയിലാണ് സ്വർണം കാണുന്നില്ലെന്ന പരാതി ഫോർട്ട് പോലീസിന് ലഭിച്ചത്. തുടർന്ന് പോലീസും ബോംബ് സ്ക്വാഡും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഇന്ന് ക്ഷേത്ര പരിസരത്തെ മണൽപ്പരപ്പിൽ നിന്നും സ്വർണം കണ്ടെത്തിയത്. ഇക്കാര്യത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തിവരികയാണ്. ശരിക്കും മോഷണമില്ല. ഇറ്റ് വാസ് മിസ്പ്ലേസ്ഡ് വൈൽ പുട്ടിംഗ് ഇൻസൈഡ് ദ സ്ട്രോങ് റൂം. സോ അങ്ങനത്തെ ആ കമ്പി നമുക്ക് എല്ലാം തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അപ്രൈസറും മുതലപ്പൊടിയുടെ സാന്നിധ്യത്തിൽ ആ സമയത്ത് മിസ്സായ കമ്പി തന്നെ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അതെല്ലാം ഇൻഫർമേഷൻ ഇപ്പോൾ ഇവിടെ ഉണ്ട്. അത് എങ്ങനെ മിസ്സായി, അവിടെ എങ്ങനെ അത് താഴെ വീണു, അതിന്റെ അകത്ത് ബാക്കി എന്തെങ്കിലും റീസൺസോ എന്തെങ്കിലും വേറെ ആംഗിൾ ഉണ്ടാകുന്ന നമ്മളെല്ലാം നോക്കുന്നുണ്ട്. എക്സാക്ട്ലി ഇത് എപ്പോൾ മിസ്സിംഗ് ആയി, 7-ാം തീയതി മിസ്സിംഗ് ആയി, 10-ാം തീയതി മിസ്സിംഗ് ആയി, അത് ഇതുവരെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. ക്ഷേത്രത്തിലെ ഭാരവാഹികൾ നടത്തിയ സ്വാഭാവിക ഓഡിറ്റ് പരിശോധനയ്ക്കിടെയാണ് സ്വർണത്തിന്റെ കുറവ് ശ്രദ്ധയിൽപ്പെട്ടത്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചു വരികയാണ്. അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസിന് മുന്നിൽ ഇനി നിരവധി കടമ്പകളുണ്ട്. ഈ സ്വർണം പരിശോധിക്കുകയും അതോടൊപ്പം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് അന്വേഷണം പൂർത്തിയാക്കുകയും ഒക്കെ ചെയ്യണം. ഏതായാലും കൂടുതൽ വിവരങ്ങൾ അറിയാനായി ഇനി കാത്തിരിക്കുക തന്നെ വേണം. ക്യാമറാമാൻ ബിനിൽ നെടുമങ്ങാടിനൊപ്പം വിഷ്ണു കരുണാകരൻ, കേരള വിഷൻ ന്യൂസ്.